UK പാർട്ടി പ്രധാന പാർട്ടികൾക്ക് ഭീഷണിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ജനപ്രീതിയിൽ ടോറികളെ മറികടന്ന നിക്കൽ ഫറാക്കിയുടെ പാർട്ടി ഭരണകക്ഷിയായ ലേബർ പാർട്ടിയെയും ഇപ്പോൾ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിൽ നിന്നും കേവലം 3 പോയിന്റ് മാത്രം അകലെയായിരുന്ന റിഫോം UK പുതിയ സർവേയിൽ അവരെ മറികടന്നിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ലേബർ പാർട്ടിയെ റിഫോം UK മറികടന്നതായിട്ടാണ് ഒരു ദേശീയ സർവേ വ്യക്തമാക്കുന്നത്. യുഗോവ് നടത്തിയ സർവേയിൽ 25% പോയിന്റിലാണ് ഫറാഖിന്റെ പാർട്ടി. ലേബർ പാർട്ടിയെ 1 പോയിന്റ് വ്യത്യാസത്തിൽ മറികടന്ന റിഫോം UKക്ക് കൺസർവേറ്റീവുകളെക്കാൾ 4 പോയിന്റ് ലീഡുമുണ്ട്. ഇതിനു പുറമെ കൺസർവേറ്റീവുകൾക്ക് മറ്റൊരു ദുഃഖവാർത്തയാണ് സ്കൈ ന്യൂസ് സർവേ നൽകുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവുകൾക്ക് വോട്ട് ചെയ്ത 4/1 വോട്ടർമാരും ഇപ്പോൾ റിഫോമിനെ പിന്തുണയ്ക്കുന്നതായിട്ടാണ് വ്യക്തമാകുന്നത്. ടോറികൾക്ക് പുറമെ ലേബർ വോട്ടുകളിലേക്കും റിഫോം UK പ്രവേശിക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ജൂലൈയിൽ ലേബർ പാർട്ടിയെ പിന്തുണച്ചവരിൽ 60% പേർ മാത്രമാണ് ഇപ്പോൾ ഇത് തുടരുന്നത്. 18% പേർ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഏറെക്കുറെ ലേബറിനെ തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കുന്നവരാണ്. പൊതു തിരഞ്ഞെടുപ്പ് നാളെ നടന്നാൽ 25% വോട്ടർമാർ റിഫോമിനെയും 24% വോട്ടർമാർ ലേബറിനെയും 21% കൺസർവേറ്റീവുകളെയും പിന്തുണയ്ക്കുന്നതാണ് സ്ഥിതി. തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ ലേബർ ഗവൺമെന്റ് ഭരണത്തിൽ വിയർക്കുകയാണ്. കൺസർവേറ്റീവുകൾക്ക് പകരമായി തീവ്ര വികാരം പങ്കുവെച്ച് നിക്കൽ ഫറാഖ് മുന്നേറ്റം നടത്തുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത സാഹചര്യങ്ങളാണ് ഉടലെടുക്കുന്നത്. കൺസർവേറ്റീവ് പാർട്ടിയുടെ നയങ്ങൾ അല്പം കൂടി കടുപ്പിച്ചാണ് നിക്കൽ ഫറാഖ് അവതരിപ്പിക്കുന്നത്. ഈ നിലപാടുകൾക്ക് ജനപ്രീതിയേറുന്നത് കൺസർവേറ്റീവുകളെ വെട്ടിലാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. യുകെയിൽ സകലതിനും നിരക്ക് വർധനവിന്റെ കാലമാണ്. എല്ലാ സേവനങ്ങൾക്കും നിരക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിലൊരു ടാക്സ് കൂടി വർധനവിന്റെ പട്ടികയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൗൺസിൽ ടാക്സുകൾക്ക് കുത്തനെ കൂട്ടാനാണ് ഗവൺമെന്റ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. സുപ്രധാനമായ സേവനങ്ങൾ മുടങ്ങാതെ ലഭ്യമാക്കാൻ ഇത് അനിവാര്യമാണെന്നാണ് മന്ത്രിമാരുടെ നിലപാട്. ഉപപ്രധാനമന്ത്രി ആഞ്ചലേന റെയ്നർ ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുന്ന സാമ്പത്തിക സെറ്റിൽമെന്റ് പ്രഖ്യാപിച്ചതോടെയാണ് ഭൂരിപക്ഷം കൗൺസിലുകളും 4.9% ക്യാപ്പിന് മുകളിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്ന സ്ഥിതി വന്നിരിക്കുന്നത്. വിൻസർ ആൻഡ് മെയിൻറ്റെയിൻ ഹെഡ് ബറോ കൗൺസിൽ 25% നിരക്ക് വർദ്ധിപ്പിക്കാൻ അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ആവശ്യം തള്ളിയ ഗവൺമെന്റ് 8.9% വർധനവ് കൊണ്ട് തൃപ്തിപ്പെടാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈസ്റ്റ് ലണ്ടനിലെ ന്യൂഹാം കൗൺസിലിനും സമാനമായ നിരക്ക് അനുവദിച്ചപ്പോൾ ബ്രാഡ്ഫോർഡ് കൗൺസിലിന് 9.9% നിരക്ക് കൂട്ടാനും അനുവാദം കിട്ടി. ബർമിംഗ്ഹാം സിറ്റി കൗൺസിൽ, സോമർസെറ്റ് കൗൺസിൽ, ട്രഫോർഡ് കൗൺസിൽ എന്നിവിടങ്ങളിൽ 7.49% വർധനവും സാധ്യമാകും. മറ്റ് ഭൂരിഭാഗം ടൗൺ ഹാളുകളും പരമാവധി 4.9% വർധനവിനാണ് തയ്യാറെടുക്കുന്നത്. 2025-26 വർഷത്തേക്ക് കൗൺസിലുകളുടെ ആകെ ഫണ്ടിംഗ് 69 ബില്യൺ പൗണ്ടാണെന്ന് ഹൗസിംഗ് ആൻഡ് ലോക്കൽ ഗവൺമെന്റ് മന്ത്രാലയം വ്യക്തമാക്കി. 2024-25 അപേക്ഷിച്ച് കൗൺസിലുകളുടെ ചിലവാക്കൽ അധികാരം 6.8% ഉയർത്തിയെന്നാണ് ഗവൺമെന്റിന്റെ വാദം. മറ്റു കൗൺസിലുകളും നിരക്ക് കൂട്ടലിന്റെ പാതയിലാണ്. ഏതായാലും കുടുംബങ്ങളുടെ ബജറ്റ് മുകളിലോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. കഴിഞ്ഞ 6 മാസത്തിനിടെ ഇംഗ്ലണ്ടിലെ NHSലെത്തിയ 20% ജനങ്ങൾക്കും കോറിഡോർ പരിചരണത്തിന് ഇരയാകുകയോ സാക്ഷ്യം വഹിക്കേണ്ടി വരികയോ ചെയ്തതായി പുതിയ സർവേ ഫലങ്ങൾ. വെയിറ്റിംഗ് റൂമുകൾ, കാർ പാർക്ക്, കോറിഡോർ എന്നിങ്ങനെ മെഡിക്കൽ ഇതര സംവിധാനങ്ങളിൽ രോഗികൾക്ക് ചികിത്സ നൽകുന്നത് NHSൽ അടുത്ത കാലത്തായി ഒരു പതിവായി മാറുന്നുവെന്നാണ് വ്യക്തമാകുന്നത്. ഈ പ്രതിസന്ധി നേരിടാൻ അടിയന്തര നടപടി വേണമെന്ന് പോൾ സംഘടിപ്പിച്ച റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആവശ്യപ്പെട്ടു. നിർബന്ധിത റിപ്പോർട്ടിംഗും നഴ്സിംഗ് ജീവനക്കാർക്ക് കൂടുതൽ നിക്ഷേപവും ഉൾപ്പെടെ വേണമെന്നാണ് RCN ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2267 മുതിർന്നവർക്കിടയിൽ നടത്തിയ സർവേ പ്രകാരം ഗവൺമെന്റ് നടപടി സ്വീകരിച്ചാൽ 1 വർഷത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്നാണ് പകുതി ആളുകളും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ബെഡുകളും ജീവനക്കാരും കുറവായതിനാൽ രോഗികൾക്ക് യാതൊരു അന്തസ്സും നൽകാത്ത രീതികൾ പിന്തുടരുകയും ആരാലും പരിഗണിക്കാതെ ട്രോളികളിലും കസേരയിലും കിടന്ന് മരിക്കേണ്ട ഗതികേട് നേരിടുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട് 1 മാസം മുൻപ് പുറത്തു വന്നിരുന്നു. പൊതുജനങ്ങളുടെയും നഴ്സിംഗ് ജീവനക്കാരുടെയും കൺമുന്നിലാണ് ഈ ദുരന്തങ്ങൾ രൂപം കൊള്ളുന്നത്. കെയർ നിലവാരം അസ്വീകാര്യമായതെന്ന് അവർക്കറിയാം. ഇതിൽ ഗവൺമെന്റ് നടപടി വേണമെന്നാണ് ആവശ്യം.
ഇത് സംഭവിക്കുമ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് തടയാനുള്ള പ്രാഥമിക നടപടി. ഇതിന് നഴ്സിംഗ് ജീവനക്കാർക്കായി കൂടുതൽ നിക്ഷേപം ആവശ്യമാണ്, പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി സോഷ്യൽ കെയർ തലത്തിൽ. രോഗികളെ വീടുകളിൽ തന്നെ ആരോഗ്യത്തോടെ നിലനിർത്താനും ഹോസ്പിറ്റലുകളിലെ സമ്മർദ്ദം കുറയ്ക്കാനും അത് സുപ്രധാനമാണ്. RCN ചീഫ് എക്സിക്യൂട്ടീവും ജനറൽ സെക്രട്ടറിയുമായ പ്രൊഫസർ നിക്കോളാസ് സർജൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. കുടിയേറ്റ നിയന്ത്രണം തത്വത്തിൽ നല്ലൊരു ആശയമാണ് എങ്കിലും ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റികളുടെ നിലനിൽപ്പിനെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. രാജ്യത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ 4/1 ചെലവ് ചുരുക്കുകയും ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുകയുമാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഏകദേശം 10,000-ലധികം പേർ തൊഴിൽ നഷ്ടപ്പെടുകയോ താൽക്കാലികമായി ജോലി ഇല്ലാതാവുകയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ബ്രിട്ടീഷ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ആഗോളതലത്തിലുള്ള സാന്നിധ്യം തന്നെ ചോദ്യം ചെയ്യപ്പെടാവുന്ന നടപടികൾ ഒഴിവാക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ഗവേഷണങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന റസൽ ഗ്രൂപ്പ് ഓഫ് യൂണിവേഴ്സിറ്റികളിൽപ്പെട്ട 2 യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ 4 യൂണിവേഴ്സിറ്റികൾ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചത് ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമാണിതെന്നും അവർ പറയുന്നുണ്ട്. ഏകദേശം 90ഓളം യൂണിവേഴ്സിറ്റികൾ നിർബന്ധിത പിരിച്ചുവിടലും സ്വമേധയാ ഉള്ള കൊഴിഞ്ഞുപോക്കലും ഒക്കെയായി നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. വാട്ടർഫോർഡ് സെന്റ് മേരീസ് സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ പുതിയ പ്രതിനിധി യോഗം ചുമതലയേറ്റിരിക്കുകയാണ്. വാട്ടർഫോർഡ് സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ ചുമതലയുള്ള ഫാദർ ജോമോൻ കാക്കനാടിന്റെ അധ്യക്ഷതയിൽ കൂടിയ കമ്മിറ്റി യോഗത്തിലാണ് 2025-26 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. ഫാമിലി ഗ്രൂപ്പുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളും വിവിധ ഭക്ത സംഘടനകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളും കോർഡിനേഷൻ കമ്മിറ്റിയുമാണ് അടുത്ത 2 വർഷക്കാലം വാട്ടർഫോർഡ് സീറോ മലബാർ കമ്മ്യൂണിറ്റിയെ നയിക്കുന്നത്. 2025-26 വർഷത്തേക്കുള്ള കൈക്കാരന്മാരായി ജോസ്മൻ എബ്രഹാം, സൈജു ജോസ്, എബെ വർഗീസ്, ജോജു ദേവസ്യ എന്നിവരെയും ലിനറ്റ് ജിജോ സെക്രട്ടറിയായും, ലിമിച്ചൻ ജോർജ് ജോയിന്റ് സെക്രട്ടറിയായും, രേഖ ജിമ്മി പ്രോഗ്രാം കോർഡിനേറ്ററായും, എബിൻ തോമസിനെ PRO ആയും തിരഞ്ഞെടുത്തു. കഴിഞ്ഞ പാരിഷ് കൗൺസിൽ ലൂയിസ് സേവ്യർ, ടോം നെല്ലുവേലി, ടെഡി ബേബി എന്നിവരുടെ നേതൃത്വത്തിൽ വാട്ടർഫോർഡ് സീറോ മലബാർ സമൂഹത്തിന് ശക്തമായ അടിത്തറയിടുന്നതിനും ആത്മീയവും ഭൗതികവുമായ മികച്ച വളർച്ച കൈവരിക്കുന്നതിനും നിർണായക നേതൃത്വം നൽകിയെന്ന് യോഗം വിലയിരുത്തി. ഈ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ഫാദർ ജോമോൻ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും യോഗം കൃതജ്ഞത രേഖപ്പെടുത്തി. പുതിയ പാരിഷ് കൗൺസിൽ നേതൃത്വത്തോട് ചേർന്ന് സഭാമക്കൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടായ്മയോടെ പ്രവർത്തിക്കണമെന്ന് ഫാദർ ജോമോൻ ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.